KSRTCയിലെ ജീവനക്കാർ ഇപ്പോൾ എല്ലാവരും തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്കൊക്കെ ദീർഘദൂരങ്ങളിലുള്ള ആളുകൾ, മലബാറിൽ നിന്നൊക്കെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുക. അപ്പോൾ ഈ ദീർഘദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുമ്പോൾ ഈ ജോലിക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുന്നവർ അർഹതപ്പെട്ട പാസുകൾ, ഇപ്പോൾ KSRTC ബസ്സിൽ റെഡ് പാസ് കൊണ്ട് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറിന് മുകളിലുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യാം. അതിൻ്റെ ഗ്രീൻ പാസ് ആണെങ്കിൽ ഈ പറയുന്ന ഫാസ്റ്റ് പാസഞ്ചർ വരെയുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള റെഡ് പാസ് ബസ്സുകളിൽ ഈ പാസ് വേണ്ട സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ സാധാരണ പാസ്സുള്ള യാത്രക്കാരൻ കയറുകയും അതുമൂലം കണ്ടക്ടർമാരെ ഇറക്കി വിടുന്നു, വഴിയിൽ നിർത്തുന്നു, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് സെൻട്രൽ നിന്ന് വന്നൊരു വാഹനം, അതിനകത്തൊരു കണ്ടക്ടർ, അയാളുടെ പേര് ആറ്റുകാൽ വിജയൻ എന്നാണ് പറഞ്ഞൊരു ബദരി കണ്ടക്ടറാണ്. അപ്പോൾ അയാളൊരു KSRTCയിലെ ഒരു സ്ഥിരം ജീവനക്കാരായ ഡ്രൈവർ കയറി അയാളെ വഴിക്ക് ഇറക്കി നിർത്തി, വണ്ടി ബെല്ലടിച്ച് നിർത്തി ഇറക്കി ഭയങ്കര പ്രശ്നങ്ങളായി തീരുന്നൊരു സംഭവം ഞാൻ അറിയുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ സംബന്ധിച്ച് നമ്മുടെ KSRTCയിലെ മാനുവലിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില പല ചെക്കർമാർക്കും ഈ വിവരം അറിയത്തില്ല. ഈ മാനുവലൊക്കെ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് കാര്യം എന്ന് KSRTCയിൽ വളരെ വ്യക്തമായിട്ട് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജീവനക്കാർ അർഹമായ പാസ് ഇല്ലാതെ യാത്ര ചെയ്യുവാൻ ശ്രമിച്ചാൽ അവർക്ക് ടിക്കറ്റ് നൽകണം. അതായത് അവരെ ഇറക്കി വിടുകയല്ല, അവർക്ക് ടിക്കറ്റ് നൽകണം. ടിക്കറ്റ് ചാർജ് വസൂലാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, അവർ ടിക്കറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് വരുന്നില്ലെങ്കിൽ സാക്ഷി മൊഴികൾ സഹിതം റിപ്പോർട്ട് സമർപ്പിച്ച് തുക കുറച്ചടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം കണ്ടക്ടർക്ക് നൽകണം. ആര് നൽകണം? ഇൻസ്പെക്ടർ നൽകണം. എന്നിട്ട് ഈ ജീവനക്കാരന് എതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഈ ഇൻസ്പെക്ടർ സമർപ്പിക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ കണ്ടക്ടർ ഈ ഒരാളെ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്താൽ അവന് ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ആ വിവരം അടുത്തുള്ള സ്റ്റേഷനിലോ അല്ലെങ്കിൽ വണ്ടിയിൽ കയറിയിട്ടുള്ള വണ്ടിയിൽ കയറുന്ന ടിക്കറ്റ് പരിശോധിക്കാൻ വരുന്ന ഇൻസ്പെക്ടർമാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ കൊടുക്കുക. ആ തുക ബില്ല്, ഈ എത്ര രൂപയാണ് ഇയാൾക്ക് അടിച്ചു കൊടുത്തിരിക്കുന്ന തുക, ആ തുക കുറച്ച് കൗണ്ടറിൽ അടയ്ക്കുക. കാശ് സ്വീകരിക്കാനുള്ള നടപടി ഇൻസ്പെക്ടർമാർ സ്വീകരിക്കണം എന്നാണ് മാനുവലിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കണ്ടക്ടർ ഈ കയറുന്ന ജീവനക്കാരനോട് അദ്ദേഹത്തിൻ്റെ പാസ് നമ്പരും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും അല്ലെങ്കിൽ ഡിപ്പോയെ പാസ് നമ്പരും പിൻ നമ്പരും കിട്ടിക്കഴിഞ്ഞാൽ ആളാരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുഴപ്പമില്ല. ഇത് ചെയ്തിട്ട് ഇൻസ്പെക്ടറുടെ അടുത്ത് ചെന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഈ തുക കുറച്ചടയ്ക്കുക എന്നുള്ളതാണ് മാനുവലിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരം. വഴിക്ക് ഇറക്കി വിടുവാൻ നിയമമില്ല. വഴിക്ക് ഇറക്കി വിട്ട് വിഷയങ്ങളുണ്ടാക്കിയല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് നിന്ന് വാഹനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. തന്നെയുമല്ല, ഇപ്പം രാവിലെ ഒരു ജീവനക്കാരൻ യൂണിഫോമിൽ വരുന്നത് അവന് ടൂർ പോകുന്നതല്ല, അവന് KSRTCയുടെ പ്രവർത്തനത്തിനായി ഒരു വാഹനം ഓടിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നവനാണ്. അവനെ കയറ്റിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് കോർപ്പറേഷന് വേണ്ടി ചെയ്യുവാൻ പറ്റുന്നൊരു കാര്യം. ഇത് കാറ്റഗറി പരമായിട്ടുള്ള വിവേചനം കൊണ്ടും ചില ആളുകളുടെ പിടിവാശി കൊണ്ടും ഇത് മറ്റു സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും യാത്രക്കാർക്ക് മുമ്പിൽ അപമാനിതരായി തീരേണ്ട സാഹചര്യം ഉണ്ടാകുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. നന്ദി. Thank you.